നമ്മൾ പൈത്തണിൻ്റെ ഒരു ചെറിയ ക്രാഷ് കോഴ്സ് ആണ്. നിങ്ങൾ പ്രോഗ്രാമിംഗ് ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ ഒരു ലൈൻ ഓഫ് കോഡ് എഴുതിയിട്ടില്ല എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഓൾറെഡി പ്രോഗ്രാമിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണണ്ട. അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ്ഡ് സാധനം വരുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയാം. സ്വിച്ച് ഇട്ട ബൾബ് കത്തും, നമുക്കറിയാം. അതിൻ്റെ ഒരു ഹയർ വേർഷനാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടറും CPU-യും അതിൻ്റെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ. അതായത് ഈ കമ്പ്യൂട്ടറിനകത്ത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് ആണല്ലോ. പ്രോസസ്സർ ആണെങ്കിലും സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടുകളിൽ നമ്മൾ ഗേറ്റുകളൊക്കെ വിളിക്കുക, ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഒരു ബൈനറി എന്ന് പറഞ്ഞിട്ട്, അതോ നമ്മൾ കേട്ടിട്ടുണ്ടാവും 1s and 0s, അതിൻ്റെ ബേസിലാണ്. അതായത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെങ്കിൽ ഈ 1s and 0s വെച്ചിട്ടുള്ള ഓപ്പറേഷൻ്റെ പുറത്താണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന പിക്സൽസ് ആയിക്കോട്ടെ, നമ്മളൊരു മ്യൂസിക് കേൾക്കാനായിക്കോട്ടെ, ഇതൊക്കെ അണ്ടർ ഹുഡ് നമ്മൾ ഏറ്റവും ലോ ലെവലിൽ ചെന്ന് കഴിഞ്ഞാൽ ബൈനറി ആയിട്ടാണ് സേവ് ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും ഒക്കെ. അതിൻ്റെ മേലെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ബിൽഡ് ചെയ്ത് വന്നത് നമ്മൾ അബ്സ്ട്രാക്ഷൻസ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബൈനറിയിലാണ് കമ്പ്യൂട്ടറിനെ എന്തെങ്കിലും ഒരു സാധനം ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ബൈനറിയിൽ കോഡ് ഏതാണെന്ന് വെച്ചാൽ 1ഉം 0ഉം വെച്ചിട്ട് കോഡ് എന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ. ആ ഒരു പരിപാടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ടുവന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ഏത് ആൽഫബറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1ഓ 2ഓ ലാംഗ്വേജുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ലാംഗ്വേജുകൾ തന്നെ ഇത്രയും എണ്ണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പല യൂസ് കേസിന് പല ലാംഗ്വേജിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെബിൽ നമ്മൾ HTML, CS, JavaScript ഒക്കെ ഉണ്ട്. അത് പക്ഷേ വെബ് എന്നുള്ളൊരു യൂസ് കേസിനാണ്. നേരെ മറിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിലാണെങ്കിൽ കോട്ട്ലിൻ അല്ലെ ജാവ, iOS-ലാണെങ്കിൽ സ്വിഫ്റ്റ് ഉണ്ട്, ഇനിയിപ്പോൾ ക്രോസ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഫ്ലട്ടർ, അതിന് ഡാർട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. പക്ഷേ ഈ ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള പർപ്പസുകളുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന പൈത്തൺ ആണ്. പൈത്തൺ ഉള്ള ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല പൈത്തൺ ഒരു ബിഗിനറിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഓൺലൈൻ എഡിറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ കാണുന്നത് VS Code ആണ്. VS Code എന്താണെന്നുള്ളത് അറിയില്ലെങ്കിൽ ഒരു വീഡിയോ താഴെ കൊടുക്കാം. നിങ്ങളിതൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തേ തീരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ VS Code ഇൻസ്റ്റാൾ ചെയ്യണം, പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം, എന്നാലേ ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാണ്ട് തന്നെ താഴത്തെ ലിങ്ക് കയറിയിട്ട് നേരെ ഓൺലൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാവുമ്പോൾ നിങ്ങൾ ഫോണിലാണെങ്കിലും ഡെസ്ക്ടോപ്പിലാണെങ്കിലൊക്കെ ഒരേപോലെ ആക്സ് ചെയ്യാൻ പറ്റും. അതായത് പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് പണിയെടുപ്പിക്കണം, നമുക്ക് കമ്പ്യൂട്ടറിനോട് നേരെ സംസാരിക്കാനും വയ്യ. അപ്പോൾ നമ്മുടെ ഇടയിൽ എന്ത് വേണം? ഒരു ട്രാൻസ്ലേറ്റർ വേണം. ഈ ട്രാൻസ്ലേറ്ററുകളാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. അപ്പോൾ ട്രാൻസ്ലേറ്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇയാളോട് പറഞ്ഞു കൊടുക്കും, ഇയാൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കും. ഈ ട്രാൻസ്ലേറ്ററുകൾ 2 ടൈപ്പ് ഉണ്ട്. ചിലർ നമ്മൾ കമ്പൈലേഴ്സ് എന്ന് വിളിക്കും, ചിലർ നമ്മൾ ഇന്റർപ്രറ്റേഴ്സ് എന്ന് വിളിക്കും. കമ്പൈലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡ് കൊടുക്കും, കോഡ് എന്ത് ചെയ്യും? അയാൾ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അയാൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തന്നെ തരും. എന്നിട്ട് നമ്മളാണ് കമ്പ്യൂട്ടറിന് കൊടുക്കേണ്ടത്, നമ്മളാണ് കമ്പ്യൂട്ടറിനെ കൊണ്ട് റൺ ചെയ്യിപ്പിക്കേണ്ടത്. അതായത് നമ്മൾ മൊത്തം കോഡ് അയാൾക്ക് കൊടുക്കും, അയാൾ എന്ത് ചെയ്യും? വായിച്ച് മനസ്സിലാക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തരും. അതിനെ നമ്മൾ കമ്പൈൽ ചെയ്യാന്ന് വിളിക്കാം. നേരെ കുറച്ച് ഇന്റർപ്രറ്റർ അഥവാ നമ്മളിപ്പോൾ പൈത്തൺ പോലത്തെ ലാംഗ്വേജ് ആണെങ്കിൽ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വായിച്ചു നോക്കും, എന്നിട്ട് അയാൾക്ക് മനസ്സിലായ കാര്യം ഇതാണല്ലേ, എന്നിട്ട് അയാൾ കമ്പ്യൂട്ടറെ കൊണ്ട് എക്സിക്യൂട്ടും ചെയ്യിപ്പിക്കും. അതായത് കമ്പൈലർ എന്ത് ചെയ്യും? നമുക്ക് തരിക ചെയ്യാം, നമ്മളാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇന്റർപ്രറ്റർ ആണെങ്കിൽ അയാൾ തന്നെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പോൾ പൈത്തണും അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ്. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട, ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ എന്താ നടക്കുന്നത് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഞാനിവിടെ താഴെ ഒരു ടെർമിനൽ മറ്റൊരു സാധനം തുറന്നൊക്കെ കാണാം. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ആകെ ഇത്രയേ ഉള്ളൂ. നമുക്ക് കമ്പ്യൂട്ടർ ശരിക്കും പറഞ്ഞാൽ 2 രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന പോലെ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് വെച്ചിട്ട് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിന് കമാൻഡ്സ് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലത്തെ ഡെവലപ്പേഴ്സ് ഒക്കെ സാധാരണ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ചില സാധനങ്ങൾക്ക് ഇങ്ങനെ UI വിഷ്വലി കാണാനുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാധനമാണ് പൈത്തൺ. നമ്മൾ സിസ്റ്റത്തിനകത്ത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈത്തണ് നമ്മളിങ്ങനെ സാധാരണ സോഫ്റ്റ്വെയർ പോലെ ഫോട്ടോഷോപ്പ് പോലെ ക്രോം പോലെ അങ്ങനെയൊന്നും നമുക്ക് തുറക്കാൻ പറ്റില്ല. നമ്മൾ തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടെർമിനലിൽ വന്നിട്ട് തുറക്കണം. അതെങ്ങനെ തുറക്കണം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഫയൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഫയലിൽ അറ്റത്ത് കാണാം .py എന്ന് കാണാം. ഇപ്പോൾ .py മീനിങ് എന്ന് വെച്ചാൽ ഇതൊരു പൈത്തണിന്റെ സ്ക്രിപ്റ്റ് ആണ്. ഇത് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കാം. ഡോട്ട് കഴിഞ്ഞിട്ടുള്ള സാധനത്തിന് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന സാധനം വിളിക്കാം. എന്താ? നമുക്കറിയാം PDF ഫയലുകളുണ്ട്, MP3 ഫയലുകളുണ്ട്. ഓരോ സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള പർപ്പസുകളുണ്ട്. ഇപ്പോൾ PDF ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ റീഡർ, അഡോബ് റീഡർ പോലത്തെ സാധനത്തിലൊക്കെ തുറന്നു തരും. ഇനിയിപ്പോൾ ഇമേജ് ആണെങ്കിൽ അതിൽ ഫോട്ടോ വ്യൂ എന്ന സാധനത്തിൽ തുറന്നു തരും. അതേപോലെ തന്നെ പൈത്തണോട് പറയാനുള്ള കാര്യങ്ങളായാണ് നമ്മൾ .py എന്നുള്ള ഫയലിനകത്ത് കൊണ്ടുപോയിട്ട് സേവ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പൈത്തനെ കൊണ്ട് എന്തെങ്കിലും ഒരു പണി എടുപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ഓൺലൈൻ എഡിറ്ററാണ് യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ
അതിനകത്തുള്ള കോഡ് മൊത്തം കളഞ്ഞേക്കാം, ഒന്നും മൈൻഡ് ചെയ്യണ്ട, ജസ്റ്റ് മൊത്തം കളഞ്ഞേക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ പറയുന്ന സാധനം അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. ഇവിടെ പ്രിന്റ് എന്ന് പറയണേ, PRINT പ്രിന്റ്. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം പ്രിന്റ് എന്നിട്ട് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റിനകത്ത് 1 എന്ന് കൊടുക്കുകയാണ്. ഇതെന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് പയ്യെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സാധനത്തെ നമ്മൾ സാധാരണ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? മാത്തിൽ നമ്മൾ സൈന് കോസ് ടാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ സൈന് 30 എത്ര? 1/2. അപ്പോൾ സൈന് 30 നമ്മൾ സാധാരണ ഇങ്ങനെ ഏതാ? സൈൻ ഓഫ് ബ്രാക്കറ്റ് 30 അല്ലേ? അതേമാതിരി തന്നെ ഇവിടെ പ്രിന്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ്. ആ പ്രിന്റിന്റെ ഉള്ളിലേക്ക് ഒരു 1 കൊടുത്തതാണ്. അപ്പം ഫോർ എക്സാമ്പിൾ സൈനിന്റെ ഉള്ളിലേക്ക് 30 കൊടുത്തു കഴിഞ്ഞാൽ 1/2 നമുക്ക് സൈൻ ഇങ്ങോട്ട് തരും അല്ലേ? അതായത് സൈൻ 30 1/2 അല്ലേ? അതേപോലെ തന്നെ പ്രിന്റിന്റെ ഉള്ളിൽ എന്തോ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുത്താൽ എന്താ വർക്ക് ചെയ്യാന്നോ അങ്ങനെയൊന്നും നമുക്കറിയില്ല, ജസ്റ്റ് പറഞ്ഞതാണ്. ഇതൊരു പൈത്തൺ പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് സംഹൗ റീഡബിൾ ആണ്, നമുക്ക് മനസ്സിലാവും, പക്ഷേ കംപ്ലീറ്റ്ലി അങ്ങ് മനസ്സിലാവില്ല. അതായത് ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ പ്രോഗ്രാമിംഗ് അറിയാത്ത ഒരാൾക്കും കുറച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ മനസ്സിലാവും, എന്നാലും ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു രൂപത്തിൽ എഴുതിയ സാധനത്തിനെ പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ലേറ്ററിന് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു എസ് ആയിട്ട് എഴുതി കൊടുത്താൽ ഇനി ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്ന കാലത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെ ജനറേറ്റീവ് AI ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒക്കെ വന്നതോടുകൂടെ പ്രോഗ്രാമിംഗ് എന്ന കോൺസെപ്റ്റ് ഒക്കെ മാറും. അതൊക്കെ ഫ്യൂച്ചറിലാണ്, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പണി പൈത്തണിനെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്. പ്രിന്റ് എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ 1 എന്ന് കൊടുത്ത് എന്താണെന്നുള്ള നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട കേട്ടോ. നമുക്കിത് റൺ ചെയ്യണം. ഓക്കെ, റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈൻ എഡിറ്ററിലാണെങ്കിൽ മേലെ റൺ ഉണ്ടാവും. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് സേവ് ചെയ്തിട്ട് താഴെ നമ്മുടെ ടെർമിനൽ എന്ന് പറഞ്ഞിട്ട് സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടറിനെ 2 രൂപത്തിൽ ഉപയോഗിക്കാം. ഒന്ന് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം, നമ്മൾ GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് വിളിക്കാം. രണ്ടാമത്തത് CLI കമാൻഡ് ലൈൻ ഇന്റർഫേസ്, നമ്മൾ കമാൻഡ്സ് കൊടുത്തിട്ടാണ് റൺ ചെയ്യിപ്പിക്കുക. അപ്പോൾ റൺ ചെയ്യണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് പൈത്തൺ വേണം. പൈത്തൺ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യാൻ വേണ്ടിയിട്ട് Python 3 എന്നിട്ട് ഫയലിൻ്റെ പേര് main.py. അപ്പോൾ നിങ്ങൾ വിൻഡോസിലൊക്കെ ആണെങ്കിൽ പൈത്തൺ പൈ എന്നൊക്കെ അടിച്ചാൽ മതിയാവും കേട്ടോ. Python 3 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ എന്താ നടക്കണമെന്നുള്ളൊന്ന് പറയാട്ടോ. ഞാൻ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയലിനെ നമ്മൾ പൈത്തണിന് കൊടുക്കും. പൈത്തൺ എന്ത് ചെയ്യും, ഇത് മൊത്തം വായിച്ച് നോക്കും. എന്നിട്ട് ഇതിൽ എന്താണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതിൽ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമുക്കിപ്പോൾ അറിയില്ല, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്തു നോക്കാം. നിങ്ങൾ ഓൺലൈൻ ലെറ്ററിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മേലെ റണ്ണ് കൊടുത്താൽ മതി. ഇവിടെ 1 എന്ന് കാണും. അപ്പോൾ എന്താ നടന്നത്, പ്രിന്റിന്റെ അകത്തേക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് ഇതിനെ കൺസോൾ എന്ന് വിളിക്കാം, അല്ലെ ഔട്ട്പുട്ട് എന്ന് എന്തെങ്കിലും വിളിച്ചു അവിടേക്ക് കിട്ടും. അത് പ്രിന്റിൻ്റെ അകത്തേക്ക് നമ്മൾ 1 കൊടുത്തപ്പം 1 എന്ന് പുറത്തേക്ക് കിട്ടി. അങ്ങനെ ഞാൻ 2 കൊടുത്തു, അവിടെ 2 കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇതേ കമാൻഡ് തന്നെയാണ് 2 കിട്ടി. എന്ത് മനസ്സിലായി, പ്രിന്റ് എന്ന് പറയാം ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ്, അതിൻ്റെ ഇടയിൽ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ സ്ക്രീനിലേക്ക് വരുന്നുണ്ട് 1 2. ആ നമ്പർ ഇതിപ്പോൾ ഇങ്ങനത്തെ നമ്പറാണ് നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗിൽ ഇൻഡിജേഴ്സ് എന്ന് വിളിക്കാം. പോയിന്റ് ഇല്ലാത്ത സംഖ്യകളായതുകൊണ്ട് ഇൻഡിജേഴ്സ് അല്ലെ ഷോർട്ട് ആക്കിയിട്ട് ഇൻഡ് എന്ന് വിളിക്കും. അങ്ങനത്തെ ഏത് നമ്പറിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ പോയിന്റ് ഉള്ള നമ്പർ വേണമെങ്കിൽ കൊടുത്തു നോക്കാം. പോയിന്റ് എന്ന് വെച്ചാൽ എന്താ, ഞാൻ 10.2 നമ്പറാണല്ലോ, വേണ്ടി നോക്കാം, അത് വരുന്നുണ്ട്. അപ്പം പോയിന്റ് ഇല്ലാത്ത സംഖ്യകളെ നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് വിളിക്കും. ഈ പോയിന്റ് ഉള്ള സംഖ്യകളെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, ഫ്ലോട്ട് എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് വിളിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര പഠിച്ചിട്ടുള്ളൂ. നമുക്ക് പ്രിന്റ് എന്നുള്ള അതിനകത്ത് എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തപ്പം ഔട്ട്പുട്ട് ആയിട്ട് ആ കൊടുത്ത സാധനം വരുന്നുണ്ട്. അതിലിപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ് ഇൻഡിജേഴ്സ് കൊടുക്കാൻ പറ്റി, അല്ലെങ്കിൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് അതിന് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഫ്ലോട്ട് എന്നൊക്കെ വിളിക്കും. അങ്ങനെ നമ്പേഴ്സിലാണ് നമുക്ക് എന്ത് ചെയ്യുക, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് കൊടുത്തു 1 + 2. ഓക്കെ, നമ്മൾ സാധാരണ കൊടുക്കുന്ന 1 + 2 മാത്സിലൊക്കെ എഴുതുന്ന അതേപോലെ തന്നെ എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് റൺ ചെയ്ത് നോക്കുകയാണ്. 1 2 കൂട്ടി അപ്പോൾ 3 വരുന്നുണ്ട്. നമുക്ക് പോയിന്റുള്ള സംഖ്യകൾ കൊടുത്തൊക്കെ 1.2 + 2 കൊടുത്തു കഴിഞ്ഞാലോ 3.2 സാധനം വർക്ക് ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്ലസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മൈനസ് കൊടുക്കാൻ പറ്റുമോ നോക്കാം, മൈനസ് കൊടുത്തു നോക്കാം. മൈനസ് കൊടുത്തു, റൺ ചെയ്തു, മൈനസ് വരുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് പ്ലസും കൊടുക്കാൻ പറ്റുന്നുണ്ട്, മൈനസും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മൾട്ടിപ്ലിക്കേഷനോ നമുക്ക് ഇതിനെ 10 ആക്കാം, 10 × 2 എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഇൻഡ് കൊടുത്തു നോക്കാണേ. ഇൻഡ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. ഞാൻ റൺ ചെയ്ത് നോക്കാം, ഇപ്പോൾ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷന് സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇൻഡു എന്നുള്ളത് നമ്മൾ സ്റ്റാർ ഇട്ടിട്ടാണ് കൊടുക്കുക. ഇനി നമ്മൾ ആസ്റ്ററിസ്ക് എന്ന് വിളിക്കും. കീബോർഡിൽ ആസ്റ്ററിസ്ക് എന്നാണ് ഈ ഒരു സാധനത്തിന് പറയാം. ഇതാണ് മൾട്ടിപ്ലിക്കേഷനിൽ പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ കണ്ടോ 10 × 2 20 വന്നിട്ടുണ്ട്. അപ്പം പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ ആണ്. അങ്ങനെയാണ് ഡിവിഷൻ. എന്താണ് ഡിവിഷൻ, ഒരു ഫോർവേഡ് സ്ലാഷ് ആണ്. ഫോർവേഡ് സ്ലാഷ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതാണ് ഡിവിഷൻ കാണിക്കുന്നത്. 10/2 5 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ
ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് പോയിന്റ് ഇല്ലെങ്കിലും, അതായത് 10/2 നമുക്കറിയാം 5 എന്നുള്ളത് പോയിന്റ് ഇല്ലാത്ത നമ്പർ ആണല്ലോ. എന്നിട്ട് എന്ത് തന്നിട്ടുണ്ട്? പോയിന്റ് തന്നിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ഫോർവേഡ് സ്ലാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് ആ ഒരു പോയിന്റ് അവിടെ ഉണ്ടാവും. ഇനി പോയിന്റ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 2 ഫോർവേഡ് സ്ലാഷ് ഇട്ട് കൊടുക്കുക. ഇതൊരു സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ്. ഇത് നമ്മൾ ഇൻറ്റിജർ ഡിവിഷൻ എന്നാണ് വിളിക്കാം. ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് കിട്ടില്ല. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ 7/2 കൊടുത്തെന്ന് വിചാരിച്ചു. നമുക്കറിയാം 7/2 3/5 കിട്ടേണ്ടത്. ഇത് 3 കിട്ടുള്ളൂ. കാര്യം എന്താ? നമ്മൾ ഇൻറ്റിജർ ഡിവിഷൻ ആണ് കൊടുത്തത്. നേരെ മറ്റേ നമ്മൾ എന്ത് ചെയ്യാണ്? സാധാരണ ഡിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോളും. പക്ഷേ സാധാരണ ഡിവിഷൻ്റെ പ്രത്യേകത നമുക്കത് പോയിന്റ് ഉള്ള നമ്പറാണ് ഡീഫോൾട്ട് ആയിട്ട് ഔട്ട്പുട്ട് ആയിട്ട് തരിക. അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് തരിക. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ നമ്പേഴ്സ് പറഞ്ഞു. നമ്പേഴ്സിന് 2 ടൈപ്പ് ഉണ്ട്, ഇൻറ്റിജറും ഉണ്ട്, ഫ്ലോട്ടും ഉണ്ട്. ഫ്ലോട്ട് എന്ന് വെച്ചാൽ എന്താ? പോയിന്റ് ഉള്ള സംഖ്യകളാണ്. പിന്നെ നമ്പേഴ്സിന് കൂടെ നമുക്ക് ഓപ്പറേറ്റേഴ്സ് കൊടുക്കാൻ പറ്റും. പ്ലസ്, മൈനസ്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർ ആണ് ഉപയോഗിക്കുക, ഡിവിഷൻ നമ്മൾ ഫോർവേഡ് സ്ലാഷ് ആണ് ഉപയോഗിക്കുക. അതിന് 2 ഫോർവേഡ് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് ഇല്ലാത്ത സംഖ്യകൾ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ആൻസറിൽ കിട്ടാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ എന്താണ് 1 + 2 × 5 എന്നൊക്കെ കൊടുത്തത്. ഇത് ഗോഡ് മാസ്റ്റർ റൂളൊക്കെ നോക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് വർക്ക് ആവുക. 2 × 5 10 ആണ്. ഇത് നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്നൊക്കെ വിളിക്കും. അപ്പം അത് നിങ്ങൾ കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. കുറേ സാധനങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കും 1ഉം 2ഉം കൂട്ടി 3 × 5 15 അല്ലേ വരണമെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ലേ വരിക. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ നടക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൺ കറക്റ്റ് മനസ്സിലാവും ആദ്യം എന്താ ചെയ്യുന്നത്. ഇപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യും, എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ 1 + 2 3 3 × 5 15 നിങ്ങൾക്ക് വരും. ഇപ്പം തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പ്രിന്റ് എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ വരും. അതിനകത്ത് നമ്മൾ നമ്പേഴ്സ് കൊടുക്കാം. നമ്പേഴ്സ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് വിളിക്കും. പോയിന്റ് ഉള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോട്ട് എന്ന് വിളിക്കും. പിന്നെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ, ഡിവിഷൻ ഫോർവേഡ് സ്ലാഷ്. 2 ഫോർവേഡ് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻഡിജർ ഡിവിഷൻ ആണ് നമ്മൾ കണ്ടു. ഇനി പുതിയൊരു ഓപ്പറേറ്ററും കൂടെ വെറുതെ പരിചയപ്പെടാം. ഇപ്പം 10നെ 3 കൊണ്ട് ഹരിക്കണം. 10നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്താ? 3 പ്രാവശ്യം പോവും, 1 ശിഷ്ടം കിട്ടും. അല്ലെങ്കിൽ പോയിന്റ് ഇട്ടിട്ട് ഹരിക്കണം 3.3333 ഇങ്ങനെ പോകും. ഞാൻ പുതിയൊരു ഓപ്പറേറ്റർ കാണിച്ചു തരാണ്. ഫോർവേഡ് സ്ലാഷിന് പറയാൻ എന്താണ്? പെർസെൻറ്റേജിന്റെ സിമ്പിൾ കൊടുക്കുകയാണ്. അതായത് ഫോർവേഡ് സ്ലാഷിന് പകരം നമ്മൾ പെർസെൻറ്റേജ് കൊടുക്കണം. എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കണം. ഈ ഓപ്പറേറ്റർ നമ്മൾ മോഡുലോ ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. മാത്തിലൊക്കെ ചിലർ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ 10നെ 3 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം എത്ര വരുന്നത് എന്നുള്ളത് കൊടുക്കലാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ 11 കൊടുത്തെങ്കിൽ 11നെ 3 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 3 പ്രാവശ്യം 11ൽ 3 പോവുള്ളൂ, ബാക്കി 2 ആണ്. ആ ബാക്കിനെ കിട്ടാനുള്ള സാധനമാണ് ഈ ഒരു മോഡുലോ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് സൈൻ. നമുക്ക് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയായി? പ്ലസ് ആയി, മൈനസ് ആയി, മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ ആയി, ഡിവിഷൻ ഫോർവേഡ് സ്ലാഷ് ആയി. അങ്ങനെ 2 ഫോർവേഡ് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡിജർ ഡിവിഷൻ ആയി. ഇനി ഹരിച്ചിട്ട് ശിഷ്ടം കിട്ടണം എന്നുണ്ടെങ്കിൽ മോഡുലോ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും.